ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച മുതൽ 12-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ പുണർദം ഞാറ്റുവേലയിലും, ചന്ദ്രൻ ശുക്ലപക്ഷ ഏകാദശി മുതൽ കൃഷ്ണപക്ഷ ദ്വിതീയ വരെ, വിശാഖം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ശുക്രൻ ഇടവൻ രാശിയിൽ കാർത്തിക രോഹിണി നക്ഷത്രങ്ങളിലും, മിഥുനം രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും, ബുധൻ കർക്കിടകൻ രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലും, ചിങ്ങൻ രാശിയിൽ ചൊവ്വ പൂരം നക്ഷത്രത്തിലും കേതു ഉത്രം നക്ഷത്രത്തിലും, രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതിയിലും, മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന വാരമാണ്. കർമ്മരംഗത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ല. സഹപ്രവർത്തകരുടെ സഹകരണം തൃപ്തി ഉളവാക്കുന്നത് ആയിരിക്കും. ബുധനും ശുക്രനും അനുകൂല ഭാവത്തിൽ ആയതിനാൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. ഭൗതികമായ കഴിവുകളും സഹജമായ വാസനകളും പ്രയോജനപ്പെടുത്തുവാൻ അവസരങ്ങൾ സിദ്ധിക്കും. വാക്കുകൾക്ക് പൊതുവെ സ്വീകാര്യത കൈവരുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ഐക്യവും സമാധാനവും തൃപ്തികരമായിരിക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു കരുതൽ ആവശ്യമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാനസികമായി സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ലക്ഷ്യപ്രാപ്തി അനായാസം കൈവരിക്കും. പരസ്യ രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം വന്നെത്തുന്നതാണ്. ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാകും. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. വീട്ടിൽ അതിഥികളുടെ തിരക്കുണ്ടാകും. പാചകകലയിലെ നൈപുണ്യം പ്രശംസ ലഭിക്കാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ നിർബന്ധശീലങ്ങളിൽ മനസ്സ് വിഷമിക്കും. സന്താനങ്ങളെ നിരീക്ഷിക്കാനും മറക്കരുത്. സ്ത്രീകൾക്ക് പുതിയ കമ്മലോ കണ്ണടയോ വാങ്ങിയേക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കടം ഭാഗികമായി തീർക്കുവാൻ കഴിയുന്നതാണ്. രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും. വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണി വരാൻ ഇടയുണ്ട്. സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയുന്നതിന് പരിശ്രമിക്കും. നിലവിലെ ജോലിയിൽ മാറ്റം ആഗ്രഹിക്കും. എന്നാൽ അതിന് പറ്റിയ സമയമല്ല എന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ പഠന പുരോഗതിയിൽ സന്തോഷം തോന്നും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പ്രതീക്ഷിച്ച മേന്മ ലഭിച്ചേക്കില്ല. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ക്ലേശിക്കുന്നതാണ്. സ്വയം തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് മുതിർന്നേക്കും. എന്നാൽ വിജയപ്രാപ്തി എളുപ്പമായേക്കില്ല. കൂട്ടുകെട്ടുകൾക്ക് നിയന്ത്രണം ആവശ്യമായ സന്ദർഭമാണ്. വേണ്ടപ്പെട്ടവരുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കില്ല. വസ്തുവിൽപ്പനയിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വാരാദ്യ ദിവസങ്ങളിൽ ഭോഗസുഖവും ഇഷ്ടഭക്ഷണ യോഗവും ഉണ്ടാകും. വ്യാപാരികൾക്ക് വിപണിയിൽ സ്ഥാനം ഉറപ്പിക്കുക ക്ലേശകരമായിരിക്കും. സാമ്പത്തിക രംഗം അത്ര മോശമാകില്ല. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നേട്ടം ഉണ്ടായേക്കാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
പഠനത്തിനോ ജോലിക്കോ ആയി അന്യനാട്ടിലുള്ളവർക്ക് ഭക്ഷണവും താമസവും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കും. എങ്കിലും അതൊന്നും ഉപേക്ഷിക്കുവാൻ കഴിയാതെ വിഷമിക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് മേലധികാരികളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സാങ്കേതിക കാര്യങ്ങളിലെ വൈദഗ്ധ്യം പ്രശംസിക്കപ്പെടും. പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. യുവജനങ്ങളുടെ വിവാഹത്തിന് അനുകൂല സമയമാണ്. സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവയ്ക്കും. വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് ഗുണം കുറഞ്ഞേക്കാം. ഇടവക്കൂറുകാർക്ക് ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കുന്നതാണ്. വരുമാനത്തിൽ കുറവുണ്ടാകില്ല. 12-ലെ ശുക്രൻ്റെ സഞ്ചാരം മൂലം ആഡംബര ചെലവുകൾ കൂടാൻ ഇടയുണ്ട്. കലാപ്രവർത്തനത്തിനായി ദൂരയാത്രകൾ വേണ്ടിവന്നേക്കും. പിതൃപുത്ര ബന്ധത്തിൽ പിരിമുറുക്കം അനുഭവപ്പെടും. ഉപദേശം ലഭിക്കുന്നത് തെറ്റായ കാര്യങ്ങൾക്കായിരിക്കും. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചവർ ഗ്രാമീണ ജീവിതം തിരഞ്ഞെടുക്കും. ഉപാസനകൾക്കും ദൈവിക കാര്യങ്ങൾക്കും മുടക്കം വരില്ല. വാക്സിദ്ധി പ്രശംസിക്കപ്പെടും. ഗായകർക്കും പ്രാസംഗികർക്കും പാരിതോഷികം ലഭിച്ചേക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സങ്ങളും ആലസ്യവും അവസാനിക്കും. കർമ്മരംഗത്ത് ഉണർവുണ്ടാകും. സർക്കാർ ഇടപെടലുകൾ കൂടുന്നതാണ്. ചില നിയമപ്രശ്നങ്ങൾ നേരിടുന്നതിൽ വിജയിക്കുന്നതുമാണ്. വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും. ബിസിനസ്സിൽ സഹോദരനെ പങ്കാളിയാക്കുന്നതാണ്. പരസ്യങ്ങളുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയേക്കും. ഗ്രഹാന്തരീക്ഷം ഉന്മേഷഭരിതമാകും. ആരോഗ്യപരമായി സൗഖ്യം ഉണ്ടാകുന്നതാണ്. വാഹനം മോടി പിടിപ്പിക്കുന്നതിന് പണം ചിലവാകും. വാരാന്ത്യ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹാന്തരീക്ഷം സാമാന്യമായി തൃപ്തികരമായിരിക്കും. തൊഴിൽ മേഖലയിൽ തിരക്ക് വർദ്ധിക്കും. സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായി കരുതിയതിലും പണം ചിലവാകുന്നതാണ്. ഇൻ്റർവ്യൂകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ വ്യക്തമായ അറിയിപ്പുകൾക്കായി കാത്തിരിക്കേണ്ടി വരും. പൊതുപ്രവർത്തകർ ആരോപണങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. ചിലരോട് കയർത്ത് സംസാരിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ സമ്മാനമായി ലഭിക്കും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടാകരുത്. വ്യാപാര സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പുരോഗതി കുറയുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻകൈയെടുക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗൃഹനിർമ്മാണത്തിൽ കരുതിയതിലും പണം ചെലവാകും. കടം വാങ്ങി പണി തുടരേണ്ട സ്ഥിതി വരുന്നതാണ്. തിടുക്കത്തിൽ തീരുമാനം കൈക്കൊള്ളുന്നത് പലപ്പോഴും ക്ലേശത്തിന് കാരണമാകും. ഔദ്യോഗിക ജീവിതത്തിലെ നൂലാമാലകൾ പലതരം പ്രതിസന്ധികൾ സൃഷ്ടിക്കും. 11-ാം ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതിയാൽ ഭോഗസുഖം ഭവിക്കും. പ്രണയം വിവാഹ സാഫല്യത്തിനും സാധ്യതയുണ്ട്. സ്ത്രീകളുടെ സഹായം ലഭിക്കും. ബന്ധുക്കളുടെ പ്രവൃത്തികൾ വിരോധം തോന്നുന്ന വിധത്തിലായിരിക്കും. കരാർ ജോലികൾക്ക് തുടർച്ചയുണ്ടാകും. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ജാഗ്രത വേണം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കേതു, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ജന്മരാശിയിൽ തുടരുന്നതിനാൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. അവിചാരിതമായ സമ്മർദ്ദങ്ങൾ വന്നെത്തുന്നതുമാണ്. ഉപജാപങ്ങളിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. ശാരീരികമായി അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ യഥാസമയം വൈദ്യസഹായം തേടേണ്ടതാണ്. ആഴ്ച പകുതി മുതൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പ്രതീക്ഷിച്ച ധനം വന്നു ചേരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ സാമാന്യമായ സംതൃപ്തി അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് അന്യദിക്കിൽ തുടർ പഠനത്തിനുള്ള അവസരം സംജാതമാകുന്നതാണ്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ജന്മരാശിയിലെ പാപഗ്രഹങ്ങളുടെ സഞ്ചാരം
അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ വേണം. ജോലിയിലെ ആത്മാർത്ഥത അംഗീകരിക്കപ്പെടും. പ്രണയത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും. വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട്. യാത്രകൾക്ക് ഗുണം കുറയും. കരാർ പണികൾക്ക് തുടർച്ച ലഭിക്കും. എങ്കിലും വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കുവാൻ മടി കാണിക്കരുത്. സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുവാനുള്ള ശ്രമം തുടരുന്നതാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും വ്യാഴവും അനുകൂല സ്ഥാനത്ത് ആയതിനാൽ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ ഏകാന്തത അനുഭവപ്പെടും. കൃത്യനിർവഹണം തൃപ്തികരമാകും. സഹപ്രവർത്തകരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രയോജനപ്പെടുന്നതാണ്. ഭൗതികമായ ആവശ്യങ്ങൾ കൂടുതലായി വരും. ചിലപ്പോൾ കുടുംബത്തോട് കലഹിച്ചേക്കും. മനസ്സന്തോഷമുള്ള കാര്യങ്ങൾക്ക് സമയം ലഭിച്ചേക്കില്ല. സുഹൃത്തുക്കളുമായി സല്ലപിക്കാനോ വിനോദ പരിപാടികളിൽ പങ്കെടുക്കാനോ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ച ആദ്യ ദിവസങ്ങളിൽ പലതരം ചെലവുകൾ വന്നു ചേരുന്നതാണ്. ക്ഷോഭം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. സമയനിഷ്ഠ പാലിക്കാൻ ക്ലേശിക്കുന്നതാണ്. ക്രമേണ കാര്യങ്ങളിൽ സ്വസ്ഥത പ്രതീക്ഷിക്കാവുന്നതുമാണ്. തൊഴിൽ വൈദഗ്ധ്യം അഭിനന്ദിക്കപ്പെടും. വിജ്ഞാന കുതികുകൾ അതിന് സമയം കണ്ടെത്തുന്നതാണ്. സമൂഹത്തിലെ പ്രമുഖരുമായുള്ള പരിചയം ആത്മവിശ്വാസം വളർത്തും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെലവ് നിയന്ത്രിക്കുവാൻ ഉള്ള ശ്രമം വിഫലമാകും. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കുകൾ പാലിക്കുവാൻ കഴിയുന്നതാണ്. വാദപ്രതിവാദങ്ങളിൽ വിജയിക്കുന്നതാണ്. കിട്ടാക്കടങ്ങൾ ഭാഗികമായി കയ്യിൽ വന്നു ചേരും. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഫലപ്രദമാകും. തൊഴിൽ മേഖലയിൽ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടായേക്കും. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹകരണം ലഭിക്കുന്നതാണ്. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. വിനോദയാത്രകൾക്കും ഷോപ്പിങ്ങിനും ഉള്ള അവസരം വന്നെത്തുന്നതാണ്. പുതിയ സംരംഭങ്ങൾ പുഷ്ടിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നതാണ്. തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ അബദ്ധത്തിലായേക്കും. നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയത് തേടുന്നത് ആശാവഹമല്ല. ഭോഗസുഖം ലഭിക്കുന്നതാണ്. ആഡംബര ചിലവുകൾ അധികമാകും. ചിലവിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങൾ ഉണ്ടായേക്കും. പരസഹായം കുറയ്ക്കാൻ ആഗ്രഹിക്കും. സന്താനങ്ങളുടെ ഭാവി കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിച്ചേക്കില്ല. പൂർവിക സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ തേടേണ്ടി വരുന്നതാണ്. അതിൽ നിന്നും ചില ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. സഹോദര ഗുണം ഉണ്ടാകും. ചിട്ടിയിലും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം കുറയുന്നതായി തോന്നും. മിഥ്യാധാരണകൾ പുലർത്തുന്നതാണ്. ഏജൻസി കമ്മീഷൻ മേഖല ലാഭകരമാകും. കാര്യാലോചനകളിൽ ശബ്ദമുയർത്തി സംസാരിക്കേണ്ടി വരുന്നതാണ്. എതിർപ്പുകളെ ആശയപരമായി നേരിടും. ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ്. വായ്പയുടെ തവണകൾക്ക് മുടക്കം വരില്ല. ബിസിനസ് യാത്രകൾ സാമാന്യമായി ഗുണം ചെയ്യുന്നതുമാണ്. ഭൂമി വിൽക്കുവാനുള്ള ശ്രമം ഫലം കണ്ടു തുടങ്ങും. ബന്ധുക്കളുടെ തർക്കങ്ങളിൽ ഇടപെടുന്നത് പേരുദോഷമുണ്ടാക്കും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കും. തുലാക്കൂറുകാർക്ക് ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല നിലയ്ക്കും ആശ്വാസം അനുഭവപ്പെടുന്ന വാരമാണ്. പ്രയത്നം വിപുലമല്ലെന്ന് തോന്നുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് പ്രവൃത്തികളിൽ പൂർണ്ണതോതിൽ മുഴുകാനാകും. ചുമതലകളിൽ വിജയം നേടുന്നതാണ്. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും.
അനാവശ്യ ചെലവുകൾ സ്വയം ചുരുക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും. 4 രാഹു മാനസികമായി ഇടയ്ക്കിടെ ചില വ്യാകുലതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കർമ്മരംഗത്തെ തടസ്സങ്ങളെ അനായാസം മറികടക്കുവാൻ സാധിക്കും. പൊതുവെ സാമ്പത്തിക നില മെച്ചപ്പെടും. ഗ്രഹാന്തരീക്ഷത്തിൽ സ്വച്ഛത സാമാന്യമായിട്ടാവും. സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ല. സ്വന്തം തീരുമാനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കും. ജനമധ്യത്തിൽ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ്. ബിസിനസ് കാര്യങ്ങൾക്കായി യാത്രകൾ ഉണ്ടാകും. മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു, വ്യാഴം, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ അനുകൂലത്താൽ ന്യായമായ ആവശ്യങ്ങൾ നടന്നു കിട്ടും. സ്വയം തൊഴിൽ മേഖലയിൽ ലാഭം കുറയും. എന്നാൽ നഷ്ടം വരാതെ നോക്കുവാൻ കഴിയും. പുതിയ സംരംഭങ്ങൾക്ക് സമയം അനുകൂലമല്ല. പ്രലോഭനങ്ങളിൽ വശംവദരാകാൻ സാധ്യതയുണ്ട്. ചിലരുടെ സഹായം ആവശ്യപ്പെടാതെ തന്നെ ലഭിച്ചേക്കും. രോഗഗ്രസ്തർക്ക് അല്പം ആശ്വാസം ഉണ്ടാകും. പ്രണയികൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ്. ഭൂമി ഇടപാടുകളിൽ ലാഭം കുറയും. ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. സഹോദര ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിനായി കിണഞ്ഞ് പരിശ്രമിക്കേണ്ടി വരുന്നതാണ്. പല നിലയ്ക്കും പ്രതികൂല സാഹചര്യങ്ങൾ ഉടലെടുക്കും. പ്രായോഗിക ബുദ്ധിയും സഹജവാസനയും അവയെ മറികടക്കാൻ സഹായകരമാകും. തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാൻ ആവില്ല. കടബാധ്യത പരിഹരിക്കാൻ വഴിതെളിയും. ആഡംബര ചെലവുകൾ കുറയ്ക്കുവാനും മിതവ്യയം പാലിക്കുവാനും സാധിക്കും. ബന്ധുഭവനം സന്ദർശിക്കുന്നതാണ്. പൊതുകാര്യങ്ങൾക്ക് ധാരാളം സമയം കണ്ടെത്തും. നേരെ വാ നേരെ പോ എന്ന നിലപാട് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും. ഗ്രഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രോഗക്ലേശങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥതയുണ്ടാകുന്ന കാലമാണ്. ജോലിഭാരം കൂടുതലായി അനുഭവപ്പെടുന്നതല്ല. ബിസിനസ്സിൽ വിജയിക്കുന്നതാണ്. മുടക്കിയ ധനത്തിന് ലാഭം ഉണ്ടാകും. വിദ്യാഭ്യാസപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം നേരിടും. ഭൂമി വിൽപ്പനയിൽ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടുവാൻ സാധിക്കും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തനങ്ങളിൽ ഒരു ആലസ്യം അനുഭവപ്പെടും. സമ്മർദ്ദങ്ങൾ ഇല്ലെങ്കിൽ പ്രവൃത്തിയിൽ വിമുഖരാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. ജോലിസ്ഥലത്തെ ഉപജാപങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കും. കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വ്യവസ്ഥകളെക്കുറിച്ച് ധാരണ വേണം. ധനനിക്ഷേപത്തിലും വിനിമയത്തിലും കരുതൽ വേണം. ഉദാര സമീപനം ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അക്കാര്യത്തിലും ജാഗ്രത അനിവാര്യമാണ്. വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ ആശ്വാസം ഉണ്ടാകും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ കാര്യസാധ്യത്തിന് കാരണമാകുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തി എളുപ്പമായേക്കില്ല. എങ്കിലും അസാധ്യം എന്ന് പറയാൻ ആവില്ല. പലപ്പോഴും തുടർ പരിശ്രമങ്ങൾ ആവശ്യമായി വരും. ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ചേർക്കുന്നത് കരുതലോടെ വേണം. വിദേശ യാത്രയ്ക്ക് വേണ്ട മുന്നൊരുക്കം നടത്തും. സാഹിത്യ പ്രവർത്തനം അഭംഗുരം തുടരുവാൻ കഴിയും. സദുദ്ദേശത്തോടെ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റുപറ്റാതിരിക്കാൻ കരുതൽ വേണം. വസ്തു സംബന്ധിച്ച അയൽ തർക്കങ്ങൾക്കോ വ്യവഹാരത്തിനോ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ തുടർ പഠനത്തിന് അവസരമുണ്ടാകും. സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയാൻ കഴിയുന്നതാണ്.
ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സമ്മിശ്രമായ അനുഭവങ്ങൾ ആയിരിക്കും. ആദ്യ പകുതിയിൽ ലഘുപ്രയത്നത്താൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകും. ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നതാണ്. ഗാർഹിക സൗഖ്യം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും. മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. മറ്റ് ദിവസങ്ങളിൽ ആലസ്യം അനുഭവപ്പെടും. സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ നിരാകരിക്കുന്നതാണ്. വായ്പാ തിരിച്ചടവിന് ക്ലേശിക്കുന്നതാണ്. പഴയ കടബാധ്യതകൾ ചിലപ്പോൾ മനോശല്യത്തിന് കാരണമായി തീരാൻ ഇടയുണ്ട്. ദുഷ്പ്രവണതകളെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തികളിൽ സാമാന്യമായ വിജയം ഉണ്ടാകും. കലാരംഗത്തെ ചുവടുവയ്പ്പുകൾ കൂടുതൽ അംഗീകരിക്കപ്പെടും. വിശിഷ്ട വ്യക്തികളുടെ സഹകരണം ദിശാബോധം സൃഷ്ടിക്കുന്നതായിരിക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ വേതന വർധനവോ പദവിയിൽ ഉയർച്ചയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അനാവശ്യമായ തിടുക്കവും ആകാംക്ഷയും ഗുണം ചെയ്യില്ല. ദാമ്പത്യത്തിൽ അനൈക്യ സാഹചര്യങ്ങൾ വരാൻ ഇടയുണ്ട്. കൂട്ടുകച്ചവടത്തിൽ സംതൃപ്തി കുറയും. ബിസിനസ് മേഖല മാറുന്ന കാര്യം ആലോചിക്കും. ഏജൻസി കമ്മീഷൻ വ്യാപാരം ഗുണം ചെയ്യുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ലേശങ്ങൾ വന്നും പോയും ഇരിക്കും. ആലസ്യം മൂലം കർമ്മരംഗത്ത് മടുപ്പ് അനുഭവപ്പെടും. 12-ലെ രാഹു അകാരണമായ അലച്ചിലിന് ഇടവരുത്തുന്നതാണ്. അനാവശ്യ കാര്യങ്ങൾക്ക് പണച്ചെലവുണ്ടാകും. കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമായ സന്ദർഭമാണ്. എതിർസ്വരങ്ങളെ അവഗണിക്കുവാൻ കരുത്തുണ്ടാകും. വസ്തു, കെട്ടിടം എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നതാണ്. വീട് വിട്ടു നിൽക്കുന്നവർക്ക് വീട്ടിലെത്താൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാവിയെക്കുറിച്ച് കൂടുതൽ കണക്കുകൂട്ടലുകൾ ഉണ്ടാകും. ചടുലമായ നീക്കങ്ങൾക്ക് സാഹചര്യം അനുകൂലമല്ല. സാമ്പത്തിക കാര്യം തൃപ്തികരമായിരിക്കും. എങ്കിലും പാഴ്ചെലവുകൾക്ക് സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ ഉണ്ടാകും. തീർത്ഥാടനത്തിന് അവസരം ഒരുങ്ങുന്നതാണ്. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതായി പരാതി ഉയരും. വ്യവഹാരങ്ങൾ തീർപ്പാകാതെ നീണ്ടുപോകും. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.